അസ്സലാമലൈക്കും കൂട്ടുകാരെ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഇന്നൊരു കുട്ടി മിനി ബ്ലോഗുമായിട്ടാണ് വന്നത് കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് തരിക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ ഇന്ന് നീറ്റായിട്ട് ഇരിക്കാനും നമ്മുടെ കിച്ചണിലുള്ള ഉച്ചക്കത്തെ ജോലിയൊക്കെ എളുപ്പമായിട്ട് ഇരിക്കാനും കിച്ചണിൽ നല്ല സുഗന്ധം പരത്താനുമുള്ള കുറച്ച് ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ കിച്ചണിൽ ഇറങ്ങുമ്പോൾ നമ്മൾ വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പണാക്കി ഇടുക, ജനലൊക്കെ തുറന്നിട്ടാലേ ശുദ്ധവായു നമ്മുടെ കിച്ചണിലോട്ടേക്ക് വരികയുള്ളൂ. ഞാനിവിടെ ഇന്ന് രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഉച്ചക്കത്തെ ചോറ് തയ്യാറാക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുപ്പൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. തലേന്ന് ഞാൻ രാത്രിയിൽ അടുപ്പൊന്നും ക്ലീനാക്കി വെച്ചിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് തുടച്ച് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് ക്ലീനാക്കിയ ശേഷം ചോറിന് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെണ്ണീരൊക്കെ വാരി ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഈ ഒരു അടുപ്പിൻ്റെ ഭാഗം ക്ലീനാക്കി എടുക്കുമ്പോൾ ഈ അടുപ്പായാലും ഗ്യാസ് ആയാലും ഈ ഒരു അരുവ് ഭാഗത്ത് ഉള്ള ആ ഒരു ടൈല് ഭാഗമൊക്കെ നമ്മൾ എപ്പോഴും തുടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതും അതുപോലെ എന്തെങ്കിലും വേസ്റ്റൊക്കെ അവിടെ പറ്റിപ്പിടിച്ച് കഴിഞ്ഞിട്ട് അതവിടെ ഇങ്ങനെ ഒരു കലയായി മാറുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ കെട്ടിക്കിടക്കാനൊന്നും അവസരം വരുത്തിക്കരുത്. നമ്മൾ അന്നന്ന് ക്ലീനാക്കി കൊടുക്കണം. അങ്ങനെ ഞാനിവിടെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറിന് വെള്ളം വെച്ച് കഴിഞ്ഞ ശേഷം അത് അവിടുന്ന് തിളക്കുമ്പോഴേക്കും ഞാൻ ഈ ഒരു സൈഡ് അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. മൾട്ടി ടാസ്ക്കായിട്ട് നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാനും പറ്റും. എളുപ്പത്തിൽ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനും കിച്ചണൊന്നും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ഞാനിവിടെ ആ ഒരു ചോറ് അവിടുന്ന് തിളക്കുമ്പോഴേക്കന്നെ ഞാൻ ഈ ഒരു ഭാഗം ക്ലീനാക്കി എടുത്തു. നല്ല ക്ലീനായ ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ആയിരിക്കുമല്ലോ. നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഒരു ഉഷാറൊക്കെ കൂടുതലായിരിക്കും. ഇന്ന് രാവിലെ ഞങ്ങൾ ചിക്കൻ കറിയും പരത്തിപ്പത്തിലുമാണ് ചുട്ടത്. അതുകൊണ്ട് തന്നെ ചിക്കൻ കറി ഞങ്ങൾ ലൂസ്ലി ഉച്ചക്കും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കറീൻ്റെ ഒരു ഭാഗം നോക്കേണ്ടതില്ല. അതുകൊണ്ടാണ് കുറേ പണി ലാഭം കിട്ടിയത്. അങ്ങനെ കറി ഒന്നും തയ്യാറാക്കേണ്ടതില്ല. ചിക്കൻ കറിയും ചോറും അച്ചാറും ആക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. അങ്ങനെ നമ്മൾ ചോറിനുള്ള അരി കഴുകുകയാണ്. അരി കഴുകി എടുത്തിട്ട് അതവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടുന്ന് വേവും പോയേക്കുന്ന കിച്ചണിലുള്ള ബാക്കി പണികളൊക്കെ കഴിയും. നമ്മുടെ കിച്ചണിൽ ജോലി എളുപ്പമായി കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു സിങ്കിൻ്റെ ഭാഗത്ത് നമ്മൾ എടുക്കുന്ന പാത്രങ്ങളാവുന്നതിനനുസരിച്ചിട്ട് അത് ആ കൈ കൊണ്ട് തന്നെ നമ്മൾ അപ്പം തന്നെ കഴുകി വെക്കണം. ആ സിങ്ക് നിറഞ്ഞാൽ നമുക്ക് ജോലിയുടെ ഭാരവും കൂടും. അടുത്തൊരു ടിപ്പാണ്, നമ്മുടെ കിച്ചണൊന്നും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇരിക്കാനും അതുപോലെ നല്ല രീതിയിലുള്ള സ്മെല്ല് കിട്ടാനും വൃത്തിയായിട്ടിരിക്കാനും വേണ്ടി ഞാനിവിടെ കുറച്ച് ഹാൻഡ് വാഷും അതുപോലെ കംഫേർട്ടും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിനെ കൊണ്ടാണ് ഞാൻ കിച്ചണ് ക്ലീനാക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് അത്യാവശ്യം ഒരു പതയും ഉണ്ടാവും. കംഫർട്ടിൻ്റെ ആ ഒരു സ്മെല്ലും ഹാൻഡ് വാഷിൻ്റെ കൂടിയുള്ള ആ ഒരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും. കംഫർട്ടിൻ്റെ സ്മെല്ല് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മിററൊക്കെ ക്ലീനാക്കാനായിട്ട് ഈ ഒരു മിക്സാണ് ഉപയോഗിക്കാറ്. ഇത് പല രീതിയിലായിട്ട് കംഫർട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ തയ്യാറാക്കലുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം തയ്യാറാക്കിയത് കഴിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു മോഡലിൽ ഈ പ്രാവശ്യം തയ്യാറാക്കിയത്. ഇത് കിച്ചൺ ക്ലീനിങ്ങിന് ഒരുപാട് എഫക്റ്റീവാണ് കേട്ടോ. നമ്മൾ കിച്ചണിൽ ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വൃത്തിയായി കിട്ടും, നല്ല സ്മെല്ലും ഉണ്ടാവും. നമ്മുടെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെക്കുന്ന ഫ്ലാസ്കില്ല, അത് നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ തുടച്ച് കൊടുക്കണം കേട്ടോ. ചില വീടുകളിൽ കാണാം ഫ്ലാസ്ക് ഉണ്ടാവും, പക്ഷെങ്കിലോ അത് കാണാനും നമുക്ക് തൊടാനും പറ്റില്ല, അത്രയ്ക്ക് ഉണങ്ങും. അതിൻ്റെ മേലാണെങ്കിൽ ഉള്ള കച്ചറയൊന്നും പറയേണ്ട ആവശ്യവുമില്ല. ചില വീട്ടിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. എല്ലാ സാധനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാവും, എന്നാലും വൃത്തിയില്ലാത്ത ചില വീടുകളുണ്ടാവും. അതുകൊണ്ട് നമ്മളെല്ലാവരുടെയും നമ്മുടെ കൈകളെത്തുന്ന ഭാഗമേ നല്ല ക്ലീനായിട്ട് ഇരിക്കുകയുള്ളൂ. അടുത്തൊരു മിക്സാണ്. ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങാനും സിങ്കിൻ്റെ ഭാഗമൊക്കെ തേച്ചരച്ച് കഴുകാനും ഉള്ള ഒരു മിക്സാണ്. കുറച്ച് ലിക്വിഡും കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് വിനാഗിരിയും കുറച്ച് വെള്ളവും ചേർത്ത് അതൊന്ന് മിക്സാക്കിയിട്ട് അതവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസും അതുപോലെ സ്റ്റീൽ പാത്രങ്ങളും സ്പൂണും നമ്മുടെ സിങ്കിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ കഴുകാനായിട്ട് ഒരുപാട് യൂസ്ഫുള്ളാണ്. നമ്മൾ ഇടയ്ക്കിടെ ഇങ്ങനെ മിക്സ് തയ്യാറാക്കേണ്ട ഒരാവശ്യം വരില്ല. നല്ല രീതിയിൽ കറയൊക്കെ പോയി കിട്ടുകയും ചെയ്യും, ക്ലീൻ ആവുകയും ചെയ്യും. ഞാനങ്ങനെ ആ ഒരു സിങ്കിൻ്റെ ഏരിയയും കൂടി തേച്ച് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജോലി ഏകദേശം കഴിയൂട്ട. നല്ല രീതിയിൽ തിളങ്ങൂട്ട. ഇതുപോലെയൊക്കെ നമ്മൾ സിങ്ക് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ സ്പോഞ്ച് കൊണ്ടൊന്നും നമുക്ക് തേച്ച് കഴുകിയാൽ കച്ചറ പോവാത്ത ഭാഗങ്ങൾ
ഇതുപോലൊരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് തേച്ചരച്ച് കഴുകിയാലും മതിയാവും കേട്ടോ. നമ്മൾ ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും സിങ്ക് കഴുകാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ അപ്പോൾ തന്നെ സോപ്പിട്ടൊന്ന് കഴുകി എടുക്കണം. എന്നാലേ നമ്മുടെ സിങ്കിനെ എപ്പോഴും നീറ്റായിട്ടിരിക്കുകയുള്ളൂ. സിങ്ക് നമ്മൾ കഴുകാതിരുന്നാൽ ആ ഒരു സിങ്കിൻ്റെ കളറാകെ മാറിപ്പോവുകയും ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കഴുകാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചത് ഒരു ഗ്ലാസ് കഴുകുമ്പോൾ സിങ്ക് സോപ്പിട്ട് കഴുകണം എന്നല്ല പറഞ്ഞത്. ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ നമ്മൾ കഴുകണം. ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും നല്ല രീതിയിൽ നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ആക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അതും കഴിഞ്ഞ് ഞാനിവിടെ നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ടേബിൾ ഉണ്ടാവുമല്ലോ, അധികം വീട്ടിലും ഇപ്പോൾ ടേബിൾ ഉണ്ടാവും കിച്ചണിൽ ഫുഡ് കഴിക്കാനായിട്ട്. ഇതായിരിക്കും നമ്മൾ ഡെയിലി ഉപയോഗിക്കുക. അത് ഞാൻ ആ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തുടച്ചെടുക്കുന്നുണ്ട്. അടുത്തൊരു ക്ലീനിങ് ആണ് ഫ്രിഡ്ജിൻ്റെ വലിപ്പമല്ലല്ലോ നമുക്ക് വലുത്, ഫ്രിഡ്ജിൻ്റെ വൃത്തിയാണല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഇവിടെ കുഞ്ഞിയാണ്. ആ ഒരു ഫ്രിഡ്ജിൻ്റെ പുറം വശമൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ക്ലീനിങ്ങൊക്കെ കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. അടിച്ചു വാരി തുടച്ചൊക്കെ കഴിഞ്ഞു. കിച്ചൺ ആകെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് തരിക, ലൈക്ക് തരിക, ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് തരിക. ചോറ് ആവുമ്പോഴേക്കന്നെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കിച്ചണിലുള്ള ജോലി എളുപ്പമാവാനായിട്ട് മൾട്ടി ടാസ്കിൽ ജോലി എടുക്കുക. ഒരു ഭക്ഷണം തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തുള്ള പാത്രങ്ങൾ കഴുകുക. അതുപോലെ അടിച്ചു വാരാനുണ്ടെങ്കിൽ അടിച്ചു വാരുക, അല്ലെങ്കിൽ കിച്ചൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്ത് അത് ക്ലീൻ ആക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.